തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. രാവിലെ കട തുറന്നപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതെന്ന് കടയുടമ ജയരാജൻ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. തട്ടുകടയുടെ വാതുക്കലായിട്ട് ഒരു പൊടി കുഞ്ഞിനെ കണ്ടു, കരയുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു, ഞാനും വന്ന് കണ്ടു. അതിൻ്റെ വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി അതിൻ്റെ ദേഹത്തിട്ടു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു. നാട്ടുകാരെല്ലാം വന്നു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരാൺകുഞ്ഞ് കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞ്, പൊടിക്കുഞ്ഞ്. ഈ പേടി ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചു. ആരാ എന്താ കൊണ്ടുവച്ചതെന്ന് അറിയത്തില്ല. സുജു ടി ബാബു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുജു, എന്തായാലും കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അത് രക്ഷിതാക്കൾ ആരാണെന്നൊന്നും അറിയില്ല. എന്തായാലും കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഒരു നില എങ്ങനെയാണ്? കുട്ടി എവിടെയാണുള്ളത്? കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കുഞ്ഞിന്റെ അവസ്ഥ മറ്റായ പ്രശ്നങ്ങളൊന്നും തന്നെ കുഞ്ഞിനില്ല. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. തിരുവല്ല കുറ്റൂർ മനക്കിച്ചിറ റോഡിൽ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപത്തെ ചായക്കടയിലാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കടയുടമ രാജൻ ആണ് ആദ്യം ശ്രദ്ധയപ്പെടുന്നത്. ഈ കുഞ്ഞിന്റെ കരത്തിൽ കേട്ട സമീപവാസിയും പൊതുപ്രവർത്തന വി ആർ രാജേഷും ചേർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഈ രാജൻ തന്നെയാണ് തിരുവല്ല പോലീസിന് വിവരം അറിയിക്കുകയും തിരുവല്ല പോലീസ് എത്തി ആംബുലൻസിൽ കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പുലർച്ചെ 1:30 ഈ സ്ഥലത്ത് ഒരു ബൈക്ക് ഈ തട്ടുകടയ്ക്ക് സമീപം എത്തുകയും പിന്നീട് മടങ്ങിപ്പോയതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ വിശദമായ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിൽ മാത്രമേ അതിന് വ്യക്തത വരികയുള്ളൂ. അതിന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞ് ആരാണ് ഇങ്ങനെ ഒരു സുരക്ഷിതമല്ലാത്ത ആ സ്ഥലത്ത് ഉപേക്ഷിച്ചത്, ആ കടന്നു കളഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുക. നമുക്കറിയാം, ഇത്തരത്തിൽ ആർക്കെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ ഉപേക്ഷിക്കണമെങ്കിൽ സർക്കാർ സംവിധാനമായ അമ്പത്തെട്ടിൽ എല്ലാ ജില്ലയിലും ഉണ്ട്. അമ്പത്തെട്ടിൽ അങ്ങനെ വേണമെങ്കിൽ കുട്ടിയെ സുരക്ഷിതമായി അവിടെ ഉപേക്ഷിച്ച് പോകാൻ നിയമപരമായി തന്നെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ പകരം ഒരു റെയിൽവേ ട്രാക്കിന് സമീപത്തൊരു കടയിൽ കൊണ്ട് ഉപേക്ഷിച്ചത് ആരാണെന്നറിയില്ല. എന്തായാലും അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തിരുവല്ല പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭദ്ര.